ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കരാറിൽ പ്രസ്താവന നടത്തിയെങ്കിലും വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. കനത്ത പ്രതിഷേധത്തിൽ ലോക്സഭ 5 മണിവരെ പിരിഞ്ഞു. ചെയറിന് നേരെ ഇന്നും പ്രതിപക്ഷാംഗങ്ങൾ പേപ്പറുകൾ കീറിയെറിഞ്ഞു. माननीय सदस्यों को ज्ञात होगा, प्रधानमंत्री माननीय श्री नरेंद्र मोदी जी की फरवरी 2025 में अमेरिका यात्रा के बाद से भारत और अमेरिका माननीय सदस्यगण, माननीय स्पीकर महोदय, ബൽറാം, ഇന്നലെ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ കൂടുതലൊന്നും ഇന്ന് സഭയിൽ മന്ത്രി പറഞ്ഞിട്ടില്ല. ഇതിൽ കരാറിൽ ഒരു വ്യക്തതയില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ രാജ്യസഭയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? ഇന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, ഇന്ന് രാവിലെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ ഇരു സഭകളിലും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ഈ വിഷയത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കരാറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച കാര്യങ്ങൾ, അവകാശവാദങ്ങൾ എന്നിവ സംബന്ധിച്ച്, അത് US നിന്നുള്ള ഇറക്കുമതി, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ അതിലൊന്നും വിശദീകരണമില്ലാതെ കൃത്യമായി തന്നെ എല്ലാവരുടെയും ആശങ്കകൾ പരിഗണിക്കും, ഇന്ത്യ മുന്നോട്ട് വെച്ച ആശങ്കകൾ ഉൾപ്പെടെ ചർച്ച ചെയ്താണ് കരാർ സംബന്ധിച്ച് ധാരണയിലെത്തിയത് എന്നും കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി ഇരു സഭകളിലും അറിയിച്ചു. തുടർന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നത്. തുടർന്ന് സഭ പിരിയുകയായിരുന്നു. ലോക്സഭ ഈ വിഷയത്തിൽ 2 തവണയാണ് തടസ്സപ്പെട്ടത്. പിന്നീട് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച തുടരുന്ന ഘട്ടത്തിൽ എന്നാൽ BJP അംഗം നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ ചൈന സംഘർഷം സംബന്ധിച്ചുള്ള മുൻ കരസേനാ മേധാവി MM നർവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ സഭയിൽ ഉന്നയിച്ചതിന് മറുപടിയായി ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ എഴുതപ്പെട്ട അവർക്കെതിരായ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകങ്ങളുമായാണ് ലോക്സഭയിൽ എത്തിയത്. അത് ഉന്നയിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ എന്നാൽ ചെയർ ഇടപെട്ടു. ഇന്ന് ചെയറിൽ ഉണ്ടായിരുന്നത് DMK അംഗം TDP അംഗം കൃഷ്ണപ്രസാദ് തേനട്ടിയാണ്. അദ്ദേഹം ഇടപെടുകയും കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ റൂളിംഗ് നൽകിയതാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ഒരു നിഷികാന്ത് ദുബെയുടെ ഈ നടപടിക്കെതിരായാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയറിന് നേരെ ഇന്നും പേപ്പറുകൾ കീറിയെറിയുകയും ചെയ്തത്. എന്തായാലും ലോക്സഭ തുടർന്ന് തടസ്സപ്പെടുകയായിരുന്നു. സഭ 5 മണിവരെ പിരിയുന്നതായി ചെയർ പ്രഖ്യാപിച്ചു. രാജ്യസഭയിലും ഈ വിഷയം ഉയർന്നു. രാജ്യസഭയിൽ മന്ത്രി പ്രസ്താവന നടത്തിയതിന് പിന്നാലെ വ്യക്തത വേണമെന്നും പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. എന്നാൽ ഇത് ചട്ടം 251 അനുസരിച്ചുള്ള പ്രസ്താവനയിൽ ചോദ്യങ്ങൾ അനുവദിക്കാനാകില്ല എന്ന് രാജ്യസഭാ അധ്യക്ഷൻ നിലപാടെടുത്തു. തുടർന്ന് ചർച്ചയിലേക്ക് രാജ്യസഭയും കടക്കുകയാണ് ഉണ്ടായത്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച BJPയുടെ സഭാ നേതാവ് JP നദ്ദ എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനയിൽ കൂടുതൽ വ്യക്തത വരുത്തി. ഈ കരാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ചില വ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തും എന്നാണ് മന്ത്രി JP നദ്ദ രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ഇപ്പോൾ മന്ത്രി സംസാരിക്കുകയാണ്. ഇതിനുശേഷം 2:45 രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ സംസാരിക്കും. ഈ വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.